أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നു മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? സുഖമാണല്ലേ? അൽഹംദുലില്ലാ. ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ്. വജ്ഹത്തു കുറച്ചൊക്കെ പഠിച്ചില്ലേ? പഠിച്ചോ? ഫുള്ള് പഠിച്ചോ? പഠിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? പഠിച്ചിട്ട് മറക്കുക, ഒന്ന് പറയുമ്പോൾ മുന്നുള്ളത് ഓർമ്മ വരുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? സാരമില്ല, ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞ പോലെ പിന്നെയും ഇങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ എഴുതി കൊടുത്തോ? ഉസ്താദിന് കളറിലൊക്കെ ഉഷാറായിട്ട് എഴുതി കൊടുത്തോ? കൊടുത്തു അല്ലേ? അൽഹംദുലില്ലാ. നല്ല ഇഷ്ടാട്ടോ. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. ഉഷാറായിട്ട് ആമീൻ പറഞ്ഞ്. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. അള്ളാഹു എല്ലായിടത്തും നമ്മെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ പൊന്നുമ്മാക്കും പൊന്നുപ്പാക്കും ഉസ്താദുമാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായി പഠിച്ച് നിസ്കരിച്ചും നോമ്പ് നോറ്റും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരുപാട് പ്രവർത്തനം ചെയ്ത് റബ്ബിൻ്റെ തൃപ്തി വാങ്ങാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഉഷാറായിട്ട് നിന്നേ. ഒരു കളി കളിക്കാം, നല്ല രസമുള്ളൊരു കളി. റെഡിയാണോ? ഉഷാറായിട്ടിരുന്ന കളി തുടങ്ങാം. എന്താ അറിയോ, ഞാനൊരു വാക്ക് പറയുമ്പോൾ വേറൊരു വാക്ക് നിങ്ങൾ പറയണം. എങ്ങനെ അറിയോ? ഇപ്പോൾ നിസ്കാരം 5 വക്തല്ലേ? സുബഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഉസ്താദ് ളുഹർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം? അസ്ർ എന്ന് പറയണം. ഉസ്താദ് മഗ്രിബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇശാ എന്ന് പറയണം. ഉസ്താദ് പറഞ്ഞത് പറയാൻ പാടില്ല, വേറെ പറയണം. റെഡിയാണോ? ഉസ്താദ് ളുഹർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? അസ്ർ എന്ന് പറയണം. ഉസ്താദ് അസ്ർ എന്ന് പറയുമ്പോഴോ ളുഹർ എന്ന് പറയണം. ഏതെങ്കിലും വക്ത് പറയണം. ഉസ്താദ് സുബഹി എന്ന് പറഞ്ഞാലും മഗ്രിബ് എന്ന് പറഞ്ഞാലും മാറ്റാൻ പാടില്ല. സുബഹി എന്ന് ഉസ്താദ് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക? മഗ്രിബ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്താ പറയുക? സുബഹിനെ പറയാൻ പാടുള്ളൂ. മഗ്രിബ് എന്ന് പറഞ്ഞാലോ മഗ്രിബ് എന്നേ പറയാൻ പാടുള്ളൂ. ളുഹർ എന്ന് പറഞ്ഞാൽ അസ്ർ എന്ന് പറയാം. അസ്ർ എന്ന് പറഞ്ഞാൽ മഗ്രിബ് എന്ന് പറയാം. ഇശാ എന്ന് പറയുമ്പോൾ ളുഹറോ സുബഹിയോ ഈതും പറയാം. പക്ഷേ സുബഹിക്കും മഗ്രിബിനും ഉസ്താദ് പറയുമ്പോൾ മാറ്റാൻ പാടില്ല. കളി തുടങ്ങാണ്, തെറ്റിക്കാൻ പാടില്ല. റെഡിയാണോ? റെഡിയാണോ? ഇൻഷാ അല്ലാഹ് തുടങ്ങണേ. സുബഹ്. അയ്യേ, തെറ്റിച്ചു. സുബഹി എന്ന് പറയുമ്പോൾ സുബഹ്, മഗ്രിബ് എന്ന് പറയുമ്പോൾ മഗ്രിബ് എന്ന് പറയണം. ളുഹർ, യെസ്. അസ്ർ എന്നല്ലേ പറഞ്ഞേ? യെസ്. ളുഹർ, മഗ്രിബ്. അയ്യേ, തെറ്റിച്ചു. ഇനി തെറ്റിക്കാൻ പാടില്ല കേട്ടോ. ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ എതിര് പറയേണ്ടത് പറയാം, അല്ലാത്ത പറയാം. ളുഹർ, അസ്ർ, ഇശാ, മഗ്രിബ്, സുബഹ്, ളുഹർ, അസ്ർ,
അസ്ർ, ഇശാ, ളുഹ്ർ, മഗ്രിബ്. ഇൻഷാ അല്ലാഹ് ഉഷാറായില്ലേ? നല്ല കുട്ടികളല്ലേ? അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഉഷാറായിട്ടിരുന്ന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഈർക്കിൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഇല്ലേ? ഓർമ്മയുണ്ടല്ലേ അല്ലേ? കാണിച്ചേ. ഇല്ലാത്തവർ വേഗം കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. ചെറിയ കമ്പ്. ഇനി തീരെ ഇവിടെ നിന്ന് കിട്ടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ എടുത്താൽ മതി. എന്നിട്ട് പുസ്തകം തുറക്കുക. പുസ്തകം തുറന്ന് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതാം. തുറന്ന് വെച്ചല്ലേ അല്ലേ? ഇനി ഉസ്താദ് പറയുന്നതിൻ്റെ മുകളിലൂടെ നിങ്ങൾ എഴുതണം. എഴുതിക്കട്ടോ, പറയട്ടെ. ലില്ലദീ ലില്ലദീ എഴുതി. അൽ മുശ്രികീൻ എഴുതി അല്ലേ? അൽഹംദുലില്ലാഹ്. അടുത്തത് അൽ ആലമീൻ. എഴുതിയല്ലോ, എഴുതിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇനി പുസ്തകം അടച്ചു വെക്ക്. എന്നിട്ടൊന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പഠിച്ചല്ലോ അല്ലേ? പഠിച്ചല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി ബോർഡിലേക്ക് നോക്കൂ. കണ്ടോ എന്താ എഴുതി വെച്ചിട്ടുള്ളത്? കിട്ടില്ലേ? ലാ ശരീക ലഹു. ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ. ലാ ശരീക ലഹു. ഒന്നും കൂടെ ഒരു 3 പ്രാവശ്യം പറ. ലാ ശരീക ലഹു. ഉഷാറായിട്ട് പറ. ലാ ശരീക ലഹു. ഒന്ന് കണ്ണടച്ച് പറഞ്ഞേ. ലാ ശരീക ലഹു. ശരിയായല്ലോ? ഇനി അടുത്ത വാക്ക് വബിദാലിക. വബിദാലിക കാണുന്നുണ്ടോ? ഉസ്താദിൻ്റെ മുഖത്തേക്കല്ല, ബോർഡിലേക്കാണ് നോക്കേണ്ടത്. വബിദാലിക 2 പ്രാവശ്യം പറഞ്ഞ്. വബിദാലിക. ഒന്നുകൂടെ. വബിദാലിക. ഇനി കൂട്ടി പറഞ്ഞേ. ലാ ശരീക ലഹു വബിദാലിക. ഉഷാറായില്ലേ? ഇനി അടുത്ത വാക്ക് ഉമിർത്തു. ഉമിർത്തു. ഉമിർത്തു.
ഉമിർത്തു. ഇപ്പൊ കൂട്ടിയിട്ട് എങ്ങനെ പറയാ? ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു. ഒന്നുകൂടെ ഉഷാറായിട്ട്. മുൻഭാഗത്ത് മുൻകഴിഞ്ഞതൊക്കെ ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ ബാക്കിയാ പഠിച്ചുകൊണ്ടിരിക്കണേ. ഇതുവരെയുള്ളതൊക്കെ ഉഷാറായിട്ടുണ്ടാവും ഇല്ലേ? ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇതും കൂടെ പഠിച്ചാൽ ദുആഉൽ ഇഫ്തിതാഹ് പൂർത്തിയായി. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിയാൽ ആദ്യം ചൊല്ലണം, അതും ഉഷാറായിട്ട് ചൊല്ലണം. അള്ളാഹ്ക്ക് നല്ല ഇഷ്ടമാണത്. അപ്പോൾ അത് ശരിക്കും ചൊല്ലണം. അതിനെന്ത് വേണം? നന്നായി പഠിക്കണം. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു. ഒന്നുകൂടെ. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു. ഉഷാറായിട്ട് പറ. ലാ ഉഷാറില്ലല്ലോ. ഒന്നുകൂടി ഉഷാറായിട്ട്. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു. ഇനി ഒരൊറ്റ വാക്കും കൂടിയുണ്ട്. നിങ്ങൾ കണ്ട വാക്ക് തന്നെയാണ്, എന്നാലും നോക്കൂ. എന്താ വായിക്കുക? വാ ആ ന മിനൽ മുസ്ലിമീൻ. ഒന്നുകൂടെ. വ അന മിനൽ മുസ്ലിമീൻ. ഉഷാറായിട്ട്. വ അന മിനൽ മുസ്ലിമീൻ. നല്ല കുളിർമുള്ളൊരു വാക്കാണത്. വ അന മിനൽ മുസ്ലിമീൻ. അവിടെ ഉമ്മാനോടോ ഉപ്പാനോടോ ഉസ്താദിനോടൊക്കെ ചോദിച്ചു നോക്ക്. നല്ല അഭിമാനമുള്ളൊരു വാക്കാണത്. നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവൂലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? ഉണ്ടല്ലോ. വ അന മിനൽ മുസ്ലിമീൻ. ഒന്നുകൂടെ. ചില കുട്ടികൾ ഇവിടെ നേരത്തെ വമാ അന മിനൽ മുഷ്രിക്കീൻ എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വ അന മിനൽ മുസ്ലിമീൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അവിടെ വ അന മിനൽ മുഷ്രിക്കീൻ എന്നും പറയാൻ പാടില്ല. ഇവിടെ വമാ അന മിനൽ മുസ്ലിമീൻ എന്നും പറയാൻ പാടില്ല. ചിലപ്പോൾ അത് ചില കുട്ടികൾക്ക് പഠിക്കാണ്ട് ചൊല്ലിയാൽ പിഴക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അവിടെ നമ്മൾ എന്ത് പറയണം? വമാ അന മിനൽ മുഷ്രിക്കീൻ. ഞാൻ ആരല്ല? മുഷ്രിക്കല്ല. ഇവിടെ വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ ആരാ? മുസ്ലിമാണ്. അങ്ങനെയല്ലേ? അപ്പോൾ അവിടെ നമ്മൾക്ക് തെറ്റാൻ പാടില്ല. പിന്നെ ഇവിടെ തെറ്റാവുന്ന ഒരു സ്ഥലമാണ് ചില കുട്ടികളൊക്കെ വ അനാമിനൽ എന്ന് പറയാറുണ്ട്. അവിടെയോ വമാ അന മിനൽ എന്നുള്ളിടത്ത് വമാ അനാമിനൽ മുഷ്രിക്കീൻ എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? അവിടെ നീട്ടരുതേ. അവിടെ വമാ അന മിനൽ മുഷ്രിക്കീൻ എന്നും ഇവിടെ വ അന മിനൽ മുസ്ലിമീൻ എന്നും. ഇനി ബോർഡിൽ നോക്ക് ഉസ്താദ്. നമ്മൾ രണ്ടും കൂടെ ഇന്ന് പഠിച്ചിട്ടുള്ളതാണ് ബോർഡിലുള്ളത്. എന്താ പറയുന്നത്? ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ. പഠിച്ചോ? ഒന്നുകൂടെ പറഞ്ഞേ. ഒരു 3 പ്രാവശ്യം ഇത് പറഞ്ഞിട്ട് പിന്നെ ഒരു തവണ കണ്ണടച്ചു പറഞ്ഞാൽ പിന്നെ കണ്ണ് തുറന്നിട്ട് എങ്ങനെയും പറയാൻ കഴിയും. നോക്കാം, നമുക്ക് കഴിയുമോ നോക്കല്ലേ. അള്ളാഹു നല്ല ഓർമ്മ ശക്തി നൽകട്ടെ. ആമീൻ. എന്നാ ഒന്ന് പറഞ്ഞേ. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ.
ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. ഒന്നുകൂടെ. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. ഇനി കണ്ണടച്ചിട്ടൊന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞോട്ടോ. ഒന്നുകൂടെ. മനസ്സിലായിട്ടില്ല? ഒന്നുകൂടെ പറഞ്ഞ്. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. ഈ തുടക്കം മുതലൊന്ന് ഉഷാറായിട്ട് ചൊല്ലാം. നല്ല സൗണ്ടിൽ ചൊല്ലിക്കോ. റെഡിയാവുന്നുണ്ടല്ലോ? തുടങ്ങാം. ഒപ്പം ചെല്ലല്ലേ? സാവധാനം പോയാൽ മതി. എന്നാൽ തുടങ്ങും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. ഒന്നുകൂടെ. ഒറ്റ തവണ കൂടെ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ശരീക ലഹു ഫബിദാലിക ഉമിർത്തു വഅന മിനൽ മുസ്ലിമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം നേരത്തെ നിങ്ങൾ ഓരോ വാക്കുകളും കളർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതും കൂടെ ഉഷാറായിട്ട് എഴുതിയിട്ട് നല്ല ഉഷാറായിട്ട് പഠിക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിനുള്ള സമ്മാനമായിട്ട് ഉഷാറായിട്ട് ആദ്യം തന്നെ ഇത് കൊടുക്കണം. കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല മക്കളാക്കട്ടെ. അപ്പം നമ്മൾ എന്ത് പഠിച്ചപ്പോൾ? വജ്ജഹ്തു പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഉസ്താദിന് ചൊല്ലി കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഇനി ഈ വജ്ജഹ്തു ഓതി ഇപ്പം നമ്മൾ നേരത്തെ നിയത്തൊക്കെ ചെയ്ത് തക്ബീർ ചൊല്ലി നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ കൈയൊക്കെ വെച്ച് ചുമലിൽ നേരെ ഉയർത്തി എന്നിട്ട് വജ്ജഹ്തു ഓതി. ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടതറിയോ? എന്താ ചെയ്യണ്ടേ? യെസ്, എന്താ? ഫാത്തിഹ സൂറത്ത് ഓതണം. നിങ്ങൾക്കൊക്കെ അറിയൂലേ? ഇപ്പോൾ ഉഷാറായി നല്ല ഉഷാറായിട്ട് ഓതാൻ എൻ്റെ കുട്ടികൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതാൻ അറിയില്ലേ? അറിയും. മനോഹരമായിട്ട് ഫാത്തിഹ സൂറത്ത് ഓതണം. ഈ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിൻ്റെ തുടക്കത്തിൽ അഊദു ഓതണം. എങ്ങനെയാ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് സുന്നത്താണ്. അഊദു ഓതണം. എപ്പോൾ? ഫാത്തിഹ സൂറത്തിൻ്റെ തുടക്കത്തിൽ. ഇപ്പോൾ ളുഹർ 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 4 റക്അത്തിലും എന്ത് ഓതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. സുബഹി 2 അല്ലേ? 2ലും ഫാത്തിഹ സൂറത്ത് ഓതണം. അസ്ർ 4 അല്ലേ? അതിൽ 4ലും ഫാത്തിഹ സൂറത്ത് ഓതണം. എല്ലാ ഫാത്തിഹ സൂറത്തിൻ്റെ തുടക്കത്തിലും അഊദു ഓതുകയും അവസാനം വലദ്ദാലീൻ കഴിഞ്ഞതിൻ്റെ ശേഷം ആമീൻ എന്ന് പറയുകയും ചെയ്യണം. ഷറല്ലേ? അപ്പോൾ അഊദു അവസാനം ആമീൻ എന്നും പറയുകയും
വേണം. ഇനി വേറൊന്ന്, ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം സൂറത്ത് ഓതണം. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന സൂറത്ത് ഓതിയാൽ മതി. ഇനി മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു ഉഷാറാവൂലേ, അപ്പോഴേക്കും കുറേ സൂറത്തുകളൊക്കെ നിങ്ങൾക്ക് ഹിഫ്ലാവും, മനപ്പാടമാക്കാൻ കഴിയും. ആ സൂറത്തുകളൊക്കെ നിങ്ങൾ ഓതണം. അപ്പോൾ എപ്പോഴാണ് ഓതണ്ടേ? ഫാത്തിഹ സൂറത്തിൻ്റെ ശേഷം. ഏതു റക്അത്തിലാ? ആദ്യത്തെ 2 റക്അത്തിൽ. അപ്പോൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ഫസ്റ്റ് റക്അത്തിലും 2ാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം ആമീൻ ചൊല്ലിയതിൻ്റെ ശേഷം സൂറത്ത് ഓതണം, 1ലും 2ലും. അപ്പോൾ സുബഹിയിൽ എപ്പോഴാ ചൊല്ലുക? സുബഹി എത്ര റക്അത്താ? 2 അല്ലേ? അപ്പോൾ 1ാമത്തതിലും 2ാമത്തതിലും എന്തോതണം? സൂറത്തും ഓതണം. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു നല്ല മക്കളാക്കട്ടെ. എന്ന വേഗം പുസ്തകം തുറക്ക്. തുറന്നോ? ഉസ്താദ് വായിക്കാം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു. ലാ ശരീക ലഹു, വിരൽ വെക്കണേ. വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ബോർഡിലൊക്കെ എഴുതി കാണിച്ചല്ലോ. ഇനി അടുത്ത് നോക്കിക്കോ. ഫാത്തിഹ ഓതുന്നു. നേരത്തെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നു, നിയത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ ബാക്കിയാണ് ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹയുടെ മുമ്പ് അഊദും ശേഷം ആമീൻ എന്നും പറയുന്നു. കണ്ടോ? ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ സൂറത്തും ഓതുന്നു. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ സൂറത്തും ഓതുന്നു. ഒന്നുകൂടെ വായിച്ചേ. ഫാത്തിഹ ഓതുന്നു. ഓർക്കണം, വായിച്ചോ. ഫാത്തിഹയുടെ മുമ്പ് അഊദും ശേഷം ആമീൻ എന്നും പറയുന്നു. ആദ്യത്തെ 2 റക്അത്തുകളിൽ ഓരോ സൂറത്തും ഓതുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് 2 തവണ ഇത് വായിക്കണം. വജ്ജത്ത് ഉഷാറായിട്ട് എഴുതണം. മാക്കൂപ്പാക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നല്ല മക്കളാവണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലായിടത്തും നമുക്ക് വിജയം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.